ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിലാന്ത്രോപ്പിസ്റ്റ് ഈസ് വൺ. അതായത് ഇവിടെ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യണം നമുക്ക്, അല്ലേ? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഹു ഹേറ്റ്സ് എവരിബഡി, ഹു ലവ്സ് മാൻകൈൻഡ്, വാക്സ് അലോങ് ദ സ്ട്രീറ്റ്, ഹു കളക്ട്സ് സ്റ്റാമ്പ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ മാൻകൈൻഡിനെ സ്നേഹിക്കുന്നവരെ ആണ് നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതാണ് വൺ ഹു ലവ്സ് മാൻകൈൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഫിലാന്ത്രോപ്പിസ്റ്റ് ഈസ് വൺ ഹു ലവ്സ് മാൻകൈൻഡ്. ഇനി അടുത്ത് നോക്കാം. റീപ്ലേസ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ബൈ എ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ്. അതായത് ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ കുറച്ച് ഫ്രേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒറ്റ വാക്ക് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നമ്മൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീപ്ലേസ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ബൈ എ സിംഗിൾ വേർഡ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം. He has a large collection of books at home. അപ്പം എന്താ ഇവിടെ പറയുന്നത്? അവന് ഒരു ബുക്കുകളുടെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അവൻ്റെ വീട്ടിൽ. അപ്പം എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഫ്രേസായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ വാക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം ഇവിടെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്. ബുക്ക് ഷോപ്പ് ആണോ, മ്യൂസിയം ആണോ, ക്യൂരിയസ് ആണോ, ലൈബ്രറി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബുക്ക് ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ബുക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും എന്തായിട്ടല്ല, ഒരു കളക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊരു എന്തിനു വേണ്ടിയുള്ള, ഏത് പർപ്പസിന് വേണ്ടിയുള്ളതാണത്? അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് സെയിൽസിന് വേണ്ടി വെച്ചിരിക്കുന്ന ബുക്കുകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ്, ബുക്സിൻ്റെ ശേഖരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വായിക്കാൻ വേണ്ടി ബുക്കുകളെ നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് ശേഖരിച്ച് വെക്കുന്ന അതിനെ നമ്മൾ എന്ത് പറയും എന്ന് ചോദിച്ചാൽ അതെന്താണത്? ലൈബ്രറി എന്നാണ്. എന്താണ്? ലൈബ്രറി. അപ്പോൾ ഹി ഹാസ് എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സിന്റെ ഒറ്റ വാക്ക് എന്താണ്? ലൈബ്രറി. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം He has burned his fingers by attacking a constable എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ burned his fingers എന്നുള്ളതാണ് ഇവിടുത്തെ ഫ്രേസ്. അതൊരു ഇഡിയമാണ്, അല്ലേ? burned his fingers എന്ന് പറയുന്നത് ഇഡിയമായിട്ട് നമുക്ക് എടുക്കാം. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ he has burned his fingers by attacking a constable. നോക്കാം. ഇവിടെ had a burn injury എന്ന് കൊടുത്തിട്ടുണ്ട്. got himself into trouble എന്ന് പറഞ്ഞിട്ടുണ്ട്. had a bone fracture എന്ന് പറഞ്ഞിട്ടുണ്ട്. none of these എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റബിളിനെ അറ്റാക്ക് ചെയ്തതിലൂടെ അവൻ എന്തിൽ പെട്ടുപോയെന്നാ, അവനെ തന്നെ കുഴപ്പത്തിലാക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം burned his fingers കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് got himself into trouble, അല്ലേ? got himself into trouble എന്ന ഒരു വ്യക്തിയെ അവൻ തന്നെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നതിനെ നമ്മൾ എന്താ burned one's fingers എന്ന് പറയുന്നത്. ബേൺ വൺസ് ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ബൈ അറ്റാക്കിങ് എ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്.
ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ദ സെലിബ്രേറ്റഡ് പെയിൻറ്റേഴ്സ് വർക്ക് ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ്. അപ്പോൾ ഇതൊരു ഇഡിയമാണ്, സോൾഡ് ഫോർ എ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡ് ഫോർ എ സോങ് അല്ലെങ്കിൽ സെൽ ഫോർ എ സോങ് എന്ന് പറയുന്നത് ഇഡിയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, അറ്റ് എ വെരി ഹൈ പ്രൈസ് എന്നാണോ, അറ്റ് എ വെരി ലോ പ്രൈസ് എന്നാണോ, ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ സോങ് എന്നാണോ, അല്ലെങ്കിൽ എലോങ് വിത്ത് എ ഫ്രീ സോങ് എന്നാണെന്ന് ഉദ്ദേശിക്കും. അങ്ങനെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൽ ഫോർ എ സോങ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് എ വെരി ലോ പ്രൈസ് എന്നാണ്. എന്നാൽ വളരെ തുച്ഛമായ പൈസയിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ സെലിബ്രേറ്റഡ് പെയിൻറ്റേഴ്സ് വർക്ക്സ്, ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്ററിൻ്റെ വർക്കുകൾ, അവൻ്റെ ചിത്രരചനകൾ ഹാവ് ബീൻ സോൾഡ് അറ്റ് എ വെരി ലോ പ്രൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സോൾഡ് ഫോർ എ സോങ് എന്ന് പറയുന്നത് അറ്റ് എ വെരി ലോ പ്രൈസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് അറ്റ് എ വെരി ലോ പ്രൈസ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓർഡേഴ്സ്. അതായത് ഇനിയൊരു ഓർഡർ വരുന്നിടം വരെ നിങ്ങൾ സസ്പെൻഷനിലാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം, ഫാർദർ എന്ന് വരുമോ, ഫ്യൂച്ചർ എന്ന് വരുമോ, ഫർദർ എന്ന് വരുമോ, നെക്സ്റ്റ് വരുമോ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാർദർ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തുവാ? അകലെ, ദൂരെ എന്നാണ്. അത് ഫാറിൻ്റെ കമ്പാരിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഫാർദർ എന്ന് പറയാം, കുറച്ചും കൂടെ അകലെയായിട്ട്, അങ്ങ് ദൂരെയായിട്ട് എന്നാണ് ഫാർദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫ്യൂച്ചർ നമുക്കറിയാം ഭാവി. ഇനി ഫർദർ എന്ന് വെച്ചാൽ എന്തുവാ? ഇനിയൊരു എന്നർത്ഥമില്ല, ഏതെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഇനിയും നമ്മളത് ഇനിയൊരു എന്ന അർത്ഥത്തിൽ വരാൻ വേണ്ടി നമുക്ക് ഫർദർ ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അടുത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു ഓർഡർ, ഇപ്പോൾ ഒരു ഓർഡർ വന്നു, അത് സസ്പെൻഷൻ ഓർഡറാണ്. ഇനിയൊരു ഭാവിയിൽ ഇനിയൊരു ഓർഡർ വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇനിയൊരു എന്ന അർത്ഥം വരണം. അങ്ങനെ ഇനിയൊരു എന്ന് പറയുന്നൊരു അർത്ഥം വരണമെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫർദർ ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? ഫർദർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സി ആണ്. എന്താണ്? സി. അപ്പോൾ യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് എന്നേ നമ്മൾ പറയത്തുള്ളൂ. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. അപ്പോൾ ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് പറയുന്നത്? ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ്. എനിക്ക് ആ കലാകാരനെ, ആ ആർട്ടിസ്റ്റിനെ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. അതായത് ഈ പടം വരച്ച ആർട്ടിസ്റ്റിനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയായിരിക്കും? ഹൂം, ഹൂസും, ഹുമും ആയിരിക്കും. ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹും. ഈ പറയുന്ന വ്യക്തി നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് ഫോമിലാണെങ്കിൽ ഈ ഡാഷിൻ്റെ ഭാഗത്തൊരു സബ്ജക്റ്റ് രീതിയിൽ വരണമെങ്കിൽ നമ്മളുടെ ഹു എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഒബ്ജക്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹും എന്ന് എഴുതണം. ഇനി പൊസസീവ് പ്രൊനൗണിലാണ് നമ്മൾ, അതായത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മളവിടെ ഹൂസ് ഉപയോഗിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വ്യക്തികളെ സൂചിപ്പിക്കാനുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ, ഈ പടം വരച്ച ആളിനെ. അപ്പോൾ ഇവിടെ പടം വരച്ച ആളെന്ന് പറയുമ്പോൾ അതാരായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡാഷിന്റെ ഭാഗത്ത് സബ്ജക്റ്റ് ഫോമിലുള്ള റിലേറ്റീവ് പ്രൊനൗൺ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരേണ്ടത്.
അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസറായി വരിക ഏതാണ്? ഹു എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ആൻസറായി വരിക. അപ്പം ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ആപ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഏതാണ്? ഹു എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ സി ആണ്. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദേ ഒപ്പോസ് ദ മോഷൻ ഡാഷ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഹു, വിച്ച്, വേർ, വെൻ. അപ്പൊ നമുക്ക് ദേ ഒപ്പോസ് ദ മോഷൻ ഡാഷ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ വ്യക്തിയെ സൂചിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇതും റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടല്ല, ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഒരു വസ്തുതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റായിട്ട് വരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞു വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ഒബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ അവിടെ ഹും ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് വ്യക്തികളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൂം, ഹൂസും, ഹുമ്മും ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? ദേ ഒപ്പോസ് ദ മോഷൻ. മോഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരിക്കലും ഒരു വ്യക്തിയല്ല. അപ്പോൾ നമ്മൾ അത് ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ടോ വരുമ്പോൾ നമ്മളവിടെ വിച്ച് എന്നോ ദാറ്റ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഹൂ വരില്ല, വേർ വരില്ല, വെൻ വരില്ല. കാരണം എന്താ? വേർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതും വെൻ എന്ന് പറയുന്നത് സമയത്തെ സൂചിപ്പിക്കുന്നതും ഹൂ എന്ന് പറയുന്നത് വ്യക്തിയെ സൂചിപ്പിക്കുന്നതുമാണ്. ഇവിടെ ദ മോഷൻ ആണ് എന്ത് ചെയ്തത്? പ്രൊപ്പോസ് ചെയ്ത് ആര്? ദ റൈവൽ ഗ്രൂപ്പ്. അത് ഒപ്പോസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോഷൻ എന്ന് പറയുന്നത് കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് വരിക ഏതാണ്? വിച്ച് ആണ് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദേ ഒപ്പോസ് ദ മോഷൻ വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ് എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡാഷ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ. നമ്മൾ ഈ പറയുന്ന സെന്റൻസുകളെ ഒന്ന് സെന്റൻസിനെ പരിഗണിക്കുമ്പോൾ ഈ ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് എന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നു ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്നത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ്. ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ്, അവൾക്ക് അനേകം ദൗർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ, അവൾ എല്ലായ്പ്പോഴും സന്തോഷവതിയാണെന്നാണ് പറയുന്നത്. അതൊരിക്കലും സംഭവിക്കാറില്ലല്ലോ. മിസ്ഫോർച്യൂൺസ് ഉള്ളവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം വിരുദ്ധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വിരുദ്ധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻ ഉപയോഗിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആൾദോ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓൾവേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന കൺജങ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓൾദോയും ഇൻസ്പൈറ്റ് ഓഫ് ആണ്. ഇഫും ആൾവേസ് നമുക്കിവിടെ പരിഗണിക്കേണ്ട കാര്യം ഇല്ല. കാരണം ഇതൊരു ഈ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇവിടെ ഡാഷിന്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓൾദോയും ഇൻസ്പൈറ്റ് ഓഫുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഫ്രേസിന്റെ കൂടെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം ഇവിടെ ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് എന്ന. ഇതൊരിക്കലും ഫ്രേസ് അല്ല, ഇതൊരു ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റും വെർബും, ഒരു സബ്ജക്റ്റും ടെൻസ് ഫോമുള്ള വെർബും പൂർണ്ണമായ അർത്ഥമോ അല്ലെങ്കിൽ ഭാഗികമായ അർത്ഥമുള്ള ഒരു സെന്റൻസിന്റെ ഭാഗത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? വാക്കുകളുടെ കൂട്ടമാണ്. അവിടെ എന്തെങ്കിലും ഒരു അർത്ഥം കാണും, പക്ഷെ അവിടെ എന്തൊക്കെ കാണില്ല? ഒരു സബ്ജക്റ്റ് കാണില്ല, ഒരു ടെൻസ് ഫോമുള്ള വെർബ് കാണില്ല, ഒരു കംപ്ലീറ്റ് മീനിങ് കാണില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് എന്ന് പറയുമ്പോൾ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് എന്ന് പറയുന്ന ഒരു ടെൻസ് ഫോമുള്ള വെർബും ഉണ്ട്. അപ്പം ഇതൊരു ഭാവവുമാണ് സെന്റൻസിന്റെ, ഇവിടെ കോമയിട്ട സ്ഥിതിക്ക്. അപ്പോൾ ഇതൊരു ക്ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അങ്ങനെ ഒരു ക്ലോസ് വരുമ്പോൾ ഒരു വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട കൺജങ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഓൾദോ ആയിരിക്കണം. ദോയോ, ഓൾദോ, അല്ലെങ്കിൽ ഈവൻ ദോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഓപ്ഷനിൽ ഓൾദോയും ഇൻസ്പൈറ്റ് ഓഫുമാണ് തന്നിരിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാമായിരുന്നു. എങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഭാഗം ഒരു ഫ്രേസായി വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഇതൊരു ക്ലോസ് ആയതുകൊണ്ട് ഈ ഓപ്ഷനിൽ ഓൾദോ ആണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൻസറായി നമുക്ക് പരിഗണിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
ആൻ അൺമാരീഡ് വുമൺ ഈസ് കോൾഡ്. വിവാഹിത അല്ലാത്ത ഒരു സ്ത്രീയെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ബാച്ചിലർ എന്ന് കൊടുത്തിട്ടുണ്ട്, സ്പിൻസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, വിഡോ എന്ന് കൊടുത്തിട്ടുണ്ട്, വിഡോവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാച്ചിലർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പുരുഷന്മാരെ കുറിച്ച് പറയുന്നത്, അതായത് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പുരുഷന്മാരെ നമ്മൾ ബാച്ചിലർ എന്ന് പറയും. ഇനി വിഡോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയെ നമ്മൾ വിഡോ എന്ന് പറയും. വിഡോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ നഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മൾ വിഡോവർ എന്ന് പറയും. എന്നാൽ സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻ അൺമാരീഡ് വുമൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പിൻസ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് 10ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ബൈ എ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഭാഗത്ത് ഈ ബൈ ഗ്രീസിങ് ദ പാം എന്ന് പറയുന്ന ഈ ഭാഗം അല്ലേ, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അത് ആൻസറായി അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിംഗിൾ വേർഡ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ബൈ എ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ്. ഹി ഗോട്ട് എ ലോൺ സാങ്ഷൻ ബൈ ഗ്രീസിങ് ദ പാം ഓഫ് ദ ഓഫീസർ കൺസേൺഡ്. അതായത് ഈ പറയുന്ന കക്ഷിക്ക് ലോൺ കിട്ടി, ലോണിനുള്ള സാങ്ഷൻ കിട്ടി. എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ബൈ ഗ്രീസിങ് ദ പാം ഓഫ് ദ ഓഫീസർ കൺസേൺ. അപ്പോൾ ഈ ലോൺ അനുവദിച്ചു തരുന്ന ഓഫീസറിനെ എന്ത് ചെയ്തു? ബൈ ഗ്രീസിങ് ദ പാം ഓഫ് ദ ഓഫീസർ, ഒരു പ്രയോഗമാണ്. അങ്ങനെ ചെയ്താണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ലോണിന് സാങ്ഷൻ കിട്ടിയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബൈ ഗ്രീസിങ് ദ പാം എന്ന് പറയുന്ന ആ ഭാഗത്തിന് അനുയോജ്യമായ സിംഗിൾ വേർഡ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫ്ലാറ്ററിങ് എന്നാണോ, ബ്രൈബിങ് എന്നാണോ, ത്രട്ടനിങ് എന്നാണോ, മസാജിങ് എന്നാണോ അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഇഡിയമാണ് ബൈ ഗ്രീസിങ് ദ പാം എന്ന് പറയുന്നത്, അല്ലെ ഗ്രീസിങ് ദ പാം ഓഫ് സംബഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബ്രൈബിങ് എന്നായിരിക്കും. എന്താണ്? ബ്രൈബിങ് എന്നാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ബ്രൈബിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇമെയിലായി ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്കാക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ ക്ലാസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ഇട്ട എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിലൂടെ കയറി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.